ഹലോ, അമ്മ മനസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മഹേഷിന്റെ തൊട്ടരികിലായിട്ടാണ് സിദ്ധു ഉണ്ടായിരുന്നത്. പക്ഷെ സിദ്ധുവിന് മഹേഷിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മഹേഷ് ആണെങ്കിൽ വേഗം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അവന്റെ മുഖം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. സിദ്ധു അവന്റെ മുന്നിൽ നിന്ന് പോയ സമയത്ത് അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിനക്ക് ഈ ജന്മത്തിൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല സിദ്ധാർത്ഥ്. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. സിദ്ധാർത്ഥ് ആകെ സങ്കടത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താ സർ, എവിടെ പോയിട്ട് വരുവാണ്? ഞാൻ മഹേഷിനെ അന്വേഷിച്ചിട്ട് പോയതാണ്. അവനിപ്പോ നല്ല സമയമാണ്, അതുകൊണ്ടാണ് അവൻ എൻ്റെ കയ്യിൽ അകപ്പെടാഞ്ഞത്. അവനെ എൻ്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിക്കുമായിരുന്നു. സോറി ചന്ദ്രിക, നീ അത്രയ്ക്കധികം മഹേഷിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നിട്ടും ഞാൻ അതൊന്നും പോലും വിശ്വസിക്കുകയോ അവനെ മോശക്കാരനായിട്ട് കരുതുകയോ ചെയ്തില്ല. അവനവന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് കാണിച്ചു തന്നു. അത് കേട്ട് ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, സർ, അറിയാതെ തെറ്റ് ചെയ്യുന്നവർ മാത്രമാണ് തിരുത്തുകയുള്ളൂ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരാളും ജീവിതാവസാനം വരെ അത് തെറ്റ് തിരുത്തുകയില്ല. അന്ന് നീ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ നീ പറഞ്ഞതാണ് സത്യം. ഇന്നാണ് ഞാൻ മഹേഷിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുന്നത്. ഒരിക്കലും മഹേഷ് നന്നാവില്ല. അവനവന്റെ സ്വഭാവം മാറ്റാനും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പക്ഷേ മഹേഷ് എന്തിനായിരിക്കും മനീഷിനെ തട്ടിക്കൊണ്ടു പോയത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. മനീഷ് എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് ഈ സത്യം പറയുന്നത്, അന്ന് മാത്രമേ നമുക്കിതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ. സിദ്ധാർത്ഥ് ആകെ ആശയക്കുഴപ്പത്തിലാണ് ഉണ്ടായിരുന്നത്. അവൻ വീണ്ടും അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മനീഷ് എന്തോ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് UK നിന്ന് ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെ സത്യം പറയാൻ വേണ്ടി വന്ന മനീഷിനെ അത് പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ സത്യം എന്തായിരിക്കും? അവർ രണ്ടുപേരും ആകെ വിഷമത്തിലായി, അതെന്താ അറിയാത്തത് കൊണ്ട്. സാരമില്ല, മഹേഷ് എത്ര കാലം എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു എനിക്കൊന്ന് കാണണം. സിദ്ധാർത്ഥന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ദിവസം സത്യം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അറിയും. മേഘ അവളുടെ അച്ഛനായിട്ടുള്ള ശരവണനെ കാണാൻ വന്നിരിക്കുകയാണ്. അവൾ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരവണനാങ്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ചന്ദ്രികയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹമൊക്കെ മുടക്കിയതാണല്ലോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മേഘ, എന്തിനാ മോളെ നീ കരയുന്നത്? മേഘയ്ക്ക് അത് പറയാൻ സാധിക്കുന്നില്ല. അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മേഘ, പറ, നീ എന്തിനാ കരയുന്നത്? എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ അല്ലാതെ ആയി തീർന്നിരിക്കുകയാണ് അച്ഛാ. എൻ്റെ ജീവിതം തന്നെ നശിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്താ മേഘ കാരണം? എൻ്റെ ഗർഭത്തിന് സിദ്ധു അല്ല അച്ഛ കാരണം. മനീഷാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി. മേഘ പറഞ്ഞത് കേട്ടപ്പോൾ ശരവണനും ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ മേഘ നീ പറയുന്നത്? അപ്പോൾ മേഘ മനീഷ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും അച്ഛനോടും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മനീഷ് ആദ്യം തന്നെ അവളോട് പറഞ്ഞത്, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്. ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറിയത് വലിയ തെറ്റ് തന്നെയാണ്. അതിനുള്ള എന്ത് ശിക്ഷ വേണമെങ്കിലും നീ എനിക്ക് തന്നോളൂ. സംഭവിച്ച കാര്യങ്ങളും മനീഷിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അത്രയും മേഘ അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ അയാൾക്ക് ആദ്യം ഞെട്ടലാണെങ്കിലും പിന്നീട് ദേഷ്യമാണ് വരുന്നത്. ഇനി എന്താ അച്ഛാ ഞാൻ ചെയ്യുക? മേഘ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കോടതിയിലേക്ക് കേസ് പോയിരിക്കുകയാണ് മേഘ. അതുകൊണ്ട് തന്നെ മനീഷ് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണെന്ന് പറഞ്ഞ് ഇനി ഒരു കാരണവശാലും കോടതിയിൽ വരാൻ പാടില്ല. അത് കേട്ടപ്പോൾ മേഘ ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? കാരണം മനീഷ് ഒരു കാരണവശാലും സിദ്ധുവല്ല തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അതിനെന്താ ചെയ്യുക? അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, മനീഷ് കോടതിയിൽ വന്നില്ലെങ്കിൽ മാത്രമേ നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ മേഘ. ഇല്ലെങ്കിൽ നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും മേഘ. അത് കേട്ടപ്പോൾ അവൾ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾക്കു അറിയായിരുന്നു, കാരണം സിദ്ധാർത്ഥിനെ കിട്ടാൻ വേണ്ടി ഇതിലും നല്ലൊരു വഴി വേറെ ഇല്ല എന്നുള്ളത്. അവള് ചോദിക്കുന്നുണ്ട്, ഇതിന് മനീഷ് കൂടെ നിൽക്കുമോ അച്ഛാ? വേറെ വഴിയില്ല മോളെ, മനീഷ് കൂടെ നിന്നേ പറ്റൂ. എങ്ങനെയെങ്കിലും മനീഷിനോട് സംസാരിച്ച് നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്തിക്കൂ. ശരി, ഞാൻ അവനോട് സംസാരിച്ച് നോക്കാം അച്ഛാ. മേഘ കരഞ്ഞുകൊണ്ട് മനസ്സിനൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. വളരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുത്തശ്ശനോട് പറയാണ്, എനിക്ക് ബോറടിക്കുന്നു. അമ്മയും അച്ഛനും പുറത്തേക്ക് എങ്ങോട്ടേക്കോ പോയിരിക്കുകയാണ്. അവർ രണ്ടുപേരും എന്നെ കൂട്ടാതെയാണ് പോയിട്ടുള്ളത്. സിദ്ധാർത്ഥനെയും ചന്ദ്രയ്ക്ക് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവരെന്തെങ്കിലും ജോലി ആവശ്യത്തിന് പോയതായിരിക്കും, എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, മോൾ അതുവരെ കളിച്ചോന്ന്. ആ സമയത്ത് മലര് പറയാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ എന്താ കളിക്കുക? മുത്തശ്ശനും എൻ്റെ കൂടെ വരുമോ കളിക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി അദ്ദേഹത്തിനുള്ള കോഫി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിയോട് പറയാണ്,
നിന്റെ പേരക്കുട്ടി കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, നീ അവളുടെ കൂടെ കളിക്ക്. ഞാനെങ്ങനെയാ അച്ഛാ കളിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് ലക്ഷ്മി. ആ സമയത്താണ് മഹേന്ദ്രൻ എങ്ങോട്ടേക്കോ പോവാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പോൾ മഹേന്ദ്രൻ കണ്ടപ്പോഴേക്കും ലക്ഷ്മി വേഗം ആ ഒരു ചുമതല മഹേന്ദ്രന്റെ തലയിലേക്ക് ഇടുകയാണ്. ഇദ്ദേഹം വന്നല്ലോ, ഇനി മലറിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹം തന്നെ കൂടെ നിന്നോളും. ഏട്ടാ, നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത്? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവാണ്. കൂട്ടുകാരനൊക്കെ പിന്നെ കാണാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ കൊച്ചുമകൾക്ക് ബോറടിക്കുന്നു എന്ന്. അവളെയും കൂട്ടിയിട്ട് നിങ്ങളോട് ആന കളിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്ത് ആന കളിക്കാനോ? മഹേന്ദ്രൻ ചോദിക്കുകയാണ്. ഞാനിപ്പോ പുറത്തു പോവാൻ റെഡിയായിട്ട് വന്നതാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മലറിന്റെ കൂടെ കളിക്കുക? മലർ, മുത്തശ്ശന് വയസ്സായി, പഴയതുപോലെ ഇനി ആന കളിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ആന കൂടിയ കളിക്കുക? മലർ ചിണുങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്. അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ ആന കളിക്കണം. മലർക്കുട്ടി, മുത്തശ്ശന് പോവേണ്ടതല്ലേ? ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. അപ്പോഴേക്കും മലര് മുത്തശ്ശനോട് പറയുന്നുണ്ട്. മുത്തശ്ശ, നിങ്ങളുടെ മകനോട് എൻ്റെ കൂടെ കളിക്കാൻ വരാൻ പറയോ ഇല്ലയോ? അത് കേട്ടപ്പോൾ മുത്തശ്ശൻ മഹേന്ദ്രനോട് പറയാണ്. മഹേന്ദ്ര, കേട്ടില്ലേ, നിന്റെ കൊച്ചുമോള് എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാണ്. ആദ്യം നീ ഇവിടെ ഒന്ന് ആന കയറ്റി കളിക്കാൻ നോക്ക്. നിന്റെ ഫ്രണ്ടിനെ കാണുന്ന ജോലിയൊക്കെ നാളെ ചെയ്യാം. അത് കേട്ടിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും പൊട്ടിച്ചിരിക്കുകയാണ്. അച്ഛാ, പേരക്കുട്ടി പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ പ്ലാന് വരെ മാറ്റാൻ പറയാണല്ലേ? എന്ത് ചെയ്യാനാ? നിന്റെ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് ഇതുകൂടി നിനക്ക് ചെയ്യാൻ സാധിക്കില്ലേ? ആ, അത് ശരി. എൻ്റെ മലർക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ? ശരി, വാ, നമുക്ക് ആന കളിക്കാം എന്ന് പറഞ്ഞിട്ട് മലറിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. മഹേന്ദ്രൻ മലറിനെയും കൂട്ടിയിട്ട് ആന കളിക്കുകയാണ്. മലര് സന്തോഷത്തോടുകൂടി അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം മനീഷിനെ കാത്തിട്ട് ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുകയാണ് മേഘ. അവളുടെ മനസ്സ് നിറയെ മനീഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സിദ്ധു സാറല്ല, നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണ്. അതിനുശേഷം ശരവണം പറഞ്ഞ കാര്യമാണ് അവൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനീഷ് കോടതിയിൽ വന്നിട്ട് നിന്റെ ഗർഭത്തിന് അവനാണ് കാരണക്കാരൻ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ മനീഷ് സത്യം പറയാതിരുന്നാൽ മാത്രമേ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ മേഘ. അല്ലെങ്കിൽ നീ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവും. അച്ഛന്റെ വാക്കുകൾ മേഘ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. മേഘ ക്ഷേത്രത്തിനകത്താണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് മനീഷ് വന്നിട്ടുണ്ട്. മേഘ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കാണുകയാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, മേഘ തനിച്ചാണല്ലോ ഉള്ളത്, എന്നോട് തനിയെ വരാനും പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അവൾക്ക് എന്നോട് സംസാരിക്കാനുണ്ടാവുക? മനീഷ് വന്ന് 1-2 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് മേഘ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. മേഘ, മേഘ, അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. എപ്പോഴും മനീഷ് പറയുന്നുണ്ട്, സോറി മേഘ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് നീ എന്ത് ശിക്ഷ എനിക്ക് തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ ചെയ്ത തെറ്റ് അത്രത്തോളം വലുത് തന്നെയാണ്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റിന് നീ സിദ്ധു സാറിനെ ശിക്ഷിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ശിക്ഷിക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ UK-യിൽ നിന്ന് ഈ സത്യം നിന്നെ അറിയിക്കാൻ വേണ്ടി വന്നത്. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുവാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ നീ കൊടുത്തിരിക്കുന്ന കേസ് നീ പിൻവലിക്കണം. ഓ, സിദ്ധുവിന്റെ മേൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചിട്ട് നിന്റെ പേരിൽ കൊടുക്കട്ടെ? ദേഷ്യത്തോടെ മേഘ ചോദിക്കുകയാണ്. മനീഷ് ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. എന്റെ സമ്മതമില്ലാതാണ് നീ എന്നെ പ്രഗ്നന്റ് ആക്കിയിരിക്കുന്നത്. നിന്റെ പേരിൽ ഇപ്പൊ കേസ് കൊടുത്താ സിദ്ധുവിന് പകരം നിന്നെ ആയിരിക്കും എടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ചെയ്യട്ടെ? മേഘ പറഞ്ഞത് കേട്ടിട്ട് ഒരു നിമിഷം മനീഷ് ഒന്ന് സ്റ്റക്കായെങ്കിലും പെട്ടെന്ന് പറയുന്നുണ്ട്. മേഘ, നീ എനിക്ക് എന്ത് ശിക്ഷ തരാൻ തീരുമാനിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം ഞാൻ അതിന് യോഗ്യനാണ്. ഞാൻ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ബോധമില്ലാതിരുന്ന നിന്റെ അടുത്ത് അങ്ങനെ ഞാൻ പെരുമാറാൻ പാടില്ലായിരുന്നു. ഞാൻ നിന്റെ മേൽ വെച്ചിരിക്കുന്ന ആ അളവിലധികം സ്നേഹവും നിന്നോടുള്ള എൻ്റെ പ്രണയവുമാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇനി ബോധ്യപ്പെട്ടിട്ട് എന്താ കാര്യം? മേഘ ദേഷ്യത്തോടെ തിരിച്ചു ചോദിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നീ ഈ കാര്യം ആലോചിക്കണമായിരുന്നു. പ്ലീസ് മേഘ, ദയവ് ചെയ്ത് സിദ്ധു സാറിന്റെ മേൽ നീ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്ക്. അപ്പോഴാണ് മേഘ അവളുടെ മനസ്സിലുണ്ടായ കാര്യം പറയുന്നത്. അങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്നെ സിദ്ധുവും ചന്ദ്രികയും എങ്ങനെയൊക്കെ അപമാനിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? മഹാറാണിയെ പോലെ ജീവിച്ച എന്നെ അവൾ ഒറ്റയൊരുത്തിയാണ് ഇപ്പോൾ നടു റോഡിലാക്കിയത്. അതുകൊണ്ട് അവൾക്കുള്ള ശിക്ഷ എനിക്ക് കൊടുക്കുക തന്നെ വേണം. ഈ അവസരവും ഞാൻ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് അവരോട് കണക്ക് തീർക്കാൻ പറ്റുകയില്ല. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, അവരോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ അതൊരു മറ്റൊരു വഴിയിൽ അവരോടത് തീർത്തോളൂ. പക്ഷേ ഈ ഒരു കാരണം പറഞ്ഞിട്ട് അവരെ നീ ശിക്ഷിക്കരുത്. അപ്പൊ മേഘ ദേഷ്യത്തോടെ പറയാണ്, നീ മിണ്ടാതെ നിന്നോ, അതിനുള്ള ഒരു അർഹതയും നിനക്കില്ല. കാരണം നീയാണ് എല്ലാ തെറ്റിന്റെയും ഉടമസ്ഥൻ. ഇത്രയും നാണം കെട്ടൊരു കാര്യം ചെയ്തിട്ട് നീ ഇപ്പൊ എന്നെ ഉപദേശിക്കാൻ വരികയാണോ?
മനീഷ് ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, സിദ്ധുവിനെ ശിക്ഷിച്ചിട്ട് അവന്റെ കൂടെ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം അവന്റെ പേരിൽ എഴുതി കൊടുത്തത്. എന്നെ നാണം കെടുത്തിയ സിദ്ധാർത്ഥിനെയും അവന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനും നാണം കെടുത്താനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കേസ് ഞാൻ അവരുടെ പേരിൽ കൊടുത്തിരിക്കുന്നത്. അത് കേട്ടപ്പോൾ മേഘയുടെ ഉള്ളിലുള്ള ആ ഒരു പ്രതികാരം മനീഷ തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഞാൻ പിൻവലിക്കുമെന്ന് നീ സ്വപ്നം പോലും കാണേണ്ട. മനീഷിനോട് മേഘ തീർത്തു പറയാണ്. എന്റെ വയറ്റിലുള്ള കുഞ്ഞ് ജനിക്കുന്നത് വരെ ഓരോ ദിവസവും സിദ്ധാർത്ഥ് നാണം കെട്ട് നശിച്ച് അപമാനത്തോടെ ജീവിക്കണം. മേഘയുടെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് മനീഷിന് മനസ്സിലാവുകയാണ്. ചന്ദ്രികയും അവനും ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു ചേരാൻ സാധിക്കാതെ അപമാനഭാരത്തോടെ തല താഴ്ത്തിയിട്ട് വേണം ജീവിക്കാൻ. അതെനിക്ക് എന്നെ കണ്ണുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കണം. മേഘ അത്രത്തോളം ദേഷ്യത്തോടെ പറയാണ്. എന്നിട്ട് മനീഷോട് പറയുന്നുണ്ട്, നാളെ കോർട്ടിൽ വന്നിട്ട് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സിദ്ധാർത്ഥാണെന്ന് കോടതിയിൽ വെച്ച് ചോദിക്കുമ്പോ നീയും അത് അംഗീകരിക്കണം. അത് കേട്ടപ്പോൾ മനീഷ് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്താ മേഘ നീ പറയുന്നത്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് സിദ്ധു ആണ് കാരണക്കാരനെന്ന് എന്നോട് കള്ളം പറയാനാണോ നീ പറയുന്നത്? അതെ അതെ, നീ വലിയ ഹരിശ്ചന്ദ്രനാണല്ലോ, നിനക്ക് കള്ളം പറയാനൊന്നും അറിയില്ലല്ലോ. മേഘ, മറ്റെന്ത് വേണമെങ്കിലും നീ എന്നോട് പറയാൻ പറയൂ, പക്ഷേ ഇങ്ങനെ ഒരു കള്ളം പറയാൻ നീ എന്നെ നിർബന്ധിക്കരുത്. അതെ അതെ, ഇങ്ങനെ ഒരു കള്ളം നീ പറഞ്ഞേ പറ്റൂ. കാരണം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഈ കള്ളം നീ സമ്മതിക്കണം. മേഘ മനീഷിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി നിനക്ക് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് കോടതി വെച്ച് പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ തന്നെ കൊന്നുകളയും. മേഘ അത് ചെയ്യുന്നുള്ളത് മനീഷിന് നന്നായിട്ട് അറിയാമായിരുന്നു. അവരാകെ ഭയന്ന് നിൽക്കുകയാണ്. മേഘ, നീ എന്തൊക്കെ ഈ പറയുന്നത്? അതെ, എന്റെ വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നാളെ കോടതിയിൽ വന്നിട്ട് നീ അംഗീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ വയറ്റിൽ വെച്ചിട്ട് തന്നെ ഞാൻ നശിപ്പിച്ചു കളയും. മനീഷ് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ചന്ദ്രികയും സിദ്ധാർത്ഥും നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് പറയാൻ വേണ്ടി വല്ലാതെ നിർബന്ധിക്കും. പക്ഷേ ഒരു കാരണവശാലും ആ സത്യം നീ കോടതിയിൽ പറയാൻ പാടില്ല. നന്നായിട്ട് മനസ്സിൽ വെച്ചോ. നാളെ കോടതിയിൽ വന്നിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റി പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് നിന്റെ കുഞ്ഞിനെ പിന്നീട് ജീവനോടെ കാണാൻ സാധിക്കില്ല. മേഘയുടെ ഭീഷണി മനീഷിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. മേഘ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. മനീഷ് ശരിക്കും ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്ന് പറയരുത് എന്നാണ് മേഘ പറഞ്ഞിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അതേസമയം രാത്രിയായപ്പോൾ ചന്ദ്രിക ഭക്ഷണം എടുത്തു വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും ടേബിളിൽ. അവിടെ ഇരുന്നിട്ട് മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മലറിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, മലർ പോയി സിദ്ധു സാറിനെ കൂട്ടിയിട്ട് വാ. അമ്മ, അച്ഛനെ കൂട്ടിയിട്ട് വാ എന്ന് അമ്മ. അത് കേട്ടപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, ഓ ശരി, പോയിട്ട് നീ നിന്റെ അച്ഛനെ കൂട്ടിയിട്ട് വാ. ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി സിദ്ധുവിന്റെ അടുത്ത് പോയിട്ട് സിദ്ധുവിനെ വിളിക്കുകയാണ്. സിദ്ധു എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥ് വാത്സല്യത്തോടെ മകളെ നോക്കുന്നുണ്ട്. എന്താടാ മലർക്കുട്ടി? വാ അച്ഛാ, ഭക്ഷണം കഴിക്കാം. ശരി, എന്നെ ഒരു പ്രാവശ്യം കൂടി അച്ഛാന്ന് വിളിക്ക്. വാ അച്ഛാ, ഭക്ഷണം കഴിക്കാം. മലര് വീണ്ടും പറയാണ്. സിദ്ധാർത്ഥിന് അത് കേട്ടപ്പോൾ മനസ്സ് നിറയാണ്. ശരി, വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് മലറിനെ എടുത്തിട്ടാണ് സിദ്ധാർത്ഥ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്നത്. ഇന്ന് മലർക്കുട്ടിക്ക് ഞാനാണ് ഭക്ഷണം വാരി തരിക. ശരി അച്ഛാ. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ്. അമ്മ, അച്ഛൻ വന്നു. ശരി, ഞാൻ ഭക്ഷണം വിളമ്പാം. ചന്ദ്രിക രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് സിദ്ധുവിനോട് പറയുന്നുണ്ട്, മലര് സാറിനെ അച്ഛാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സത്യം പറയാൻ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. ഹലോ, മലര് വരെ എന്നെ അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോഴും നീയാണ് എന്നെ സാർ സാർ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതിന് എപ്പോഴാണോ നിർത്താൻ പോകുന്നതെന്ന് അറിയില്ല. അത് ഒരുപാട് കാലമായില്ലേ ഞാനിപ്പോൾ സാർ സാർ എന്ന് വിളിച്ചിട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. പെട്ടെന്ന് എങ്ങനെയാ സാർ മാറ്റുക? കുറച്ചു കാലം കൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ മാറ്റിക്കോളാം. ശരി ശരി, നിന്റെ ഇഷ്ടം പോലെ. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്. ഒരു മിനിറ്റ് അച്ഛാ, അച്ഛനെ ഞാൻ ഭക്ഷണം വാരി തരാലോ എന്ന് പറഞ്ഞിട്ട് മലര് ഭക്ഷണം എടുത്തിട്ട് സിദ്ധുവിന് വാരി കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ചന്ദ്രിക ഇങ്ങനെ അത് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, ഭക്ഷണം എങ്ങനെയുണ്ട്? മലര് ചോദിക്കുകയാണ്. മലറിന്റെ കൈകൊണ്ട് തന്നതുകൊണ്ടായിരിക്കാം, സൂപ്പർ ടേസ്റ്റ് ആണ്. സിദ്ധു ആണെങ്കിൽ അവളെ പുകഴ്ത്തുന്നുണ്ട്. അതിനുശേഷം സിദ്ധു അവൾക്ക് വാരി കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലമായിട്ട് മലറിന് ഒരു അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ കാഴ്ച കണ്ടു നിൽക്കെ ചന്ദ്രികയുടെ കണ്ണ് നിറയാണ്. അപ്പോൾ സിദ്ധു അവളോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല സാർ. അവൾ വേഗം കണ്ണ് തുടക്കുകയാണ്. വാ ചന്ദ്രിക, നമുക്ക് 3 പേർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. കുഴപ്പമില്ല സാർ, നിങ്ങൾ 2 പേരും കഴിക്ക്, ഞാൻ പിന്നീട് കഴിച്ചോളാം.
അമ്മ അമ്മ കൂടെ ഇരിക്ക്, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം വാരി തരാം. മലര് പറഞ്ഞത് കേട്ടപ്പോ സിദ്ധു പറയുന്നുണ്ട്, ഏയ് മലര് തന്നെ പറയുന്നത് കേട്ടില്ലേ, ഇരിക്ക്. അവര് 3 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. മലര് ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും വാരി കൊടുക്കുകയാണ്, 2 പേരും മലറിനും വാരി കൊടുക്കുകയാണ്. ആ ഒരു സ്നേഹം നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷമായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മലറിന് ഭക്ഷണം പെട്ടെന്ന് തരിപ്പ് പോയ സമയത്ത് 2 പേരും ഒന്നിച്ചു ചേർന്നിട്ടാണ് മലറിന്റെ നെറുകയിൽ തട്ടിക്കൊടുക്കുന്നത്. അപ്പൊ 2 പേരുടെയും കൈ പരസ്പരം തട്ടുവാണ്. അവർ 2 പേരും പരസ്പരം കണ്ണുകളോട് നോക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ചന്ദ്രിക ചിരിക്കുകയാണ്. പക്ഷെ സിദ്ധു വേഗം കൈ പിൻവലിക്കുന്നുണ്ടായിരുന്നു. 2 പേരും ഒന്നിച്ച് മലറിന് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്തും ചന്ദ്രികയ്ക്ക് പുഞ്ചിരിയാണ് വരുന്നത്. 2 പേരും കൊടുത്തപ്പോൾ മലര് കൺഫ്യൂഷനായി. ശരി നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചോ, സിദ്ധു പറയാണ്. അപ്പൊ ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് ആദ്യം കുടിച്ചപ്പോൾ പിന്നീട് സിദ്ധുവിന്റെ കയ്യിലുള്ള ഗ്ലാസും മലര് വാങ്ങിക്കുകയാണ്. മലരും സിദ്ധുവും തമ്മിലുള്ള ആ ഒരു സ്നേഹം എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും തമ്മിലുള്ള ഈ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നുവാണ്. അപ്പോൾ മലര് പറയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല. അയ്യോ ശരി മേഡം. 2 പേരും വാവൊത്തി നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുകയാണ് 3 പേരും. അതിനുശേഷം സിദ്ധാർത്ഥ് ഹാളിൽ വന്നിരുന്നിട്ട് അവൻ ആകെ ടെൻഷനായിട്ടാണ് ഉള്ളത്. അങ്ങോട്ട് വന്നിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, സാർ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ മനീഷിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. മനീഷിനെ മഹേഷ് എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത് വേഗയോട് പറഞ്ഞതിന് ശേഷം നമ്മളോട് വന്ന് പറയാമെന്ന് അവൻ പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ അവൻ വിളിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. എന്തായിരിക്കും അവൻ വിളിക്കുകയൊന്നും ചെയ്യാത്തത്? സാറിന് മനീഷിനെ വിളിച്ചു നോക്കിക്കൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കാര്യം അറിയാൻ പറ്റില്ലേ? അവൻ തന്നെ വന്നിട്ട് പറയട്ടെ എന്ന് കരുതിയിട്ടാണ്. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഞാൻ പോയി അവനോട് ചോദിക്കുന്നത് മോശമല്ലേ? ഏയ് അങ്ങനെയൊന്നും ഇല്ല സർ, സാറൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിന് അവന്റെ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. സിദ്ധു മനീഷിനെ കോൾ ചെയ്യുന്ന സമയത്ത് അവൻ ചിന്തിക്കുന്നുണ്ട്, അയ്യോ സിദ്ധു സാറാണല്ലോ വിളിക്കുന്നത്. മഹേഷ് എന്തിനാ എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് അറിയാനായിരിക്കും വിളിക്കുന്നത്. ഞാനിപ്പോൾ സാറിനോട് എന്താ പറയുക? സിദ്ധുവിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ് മനീഷ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.